വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായന ഭാഗം ഉത്തമഗീതങ്ങൾ 5 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഹോശേയ പ്രവചനം 1-ാം അധ്യായം 1-ാം വാക്യം. ബെയേരിയുടെ മകനായ ഹോശേയയ്ക്ക് ഉണ്ടായ യഹോവയുടെ അരുളപ്പാട്. യഹൂദ രാജാക്കന്മാരായ ഉസിയാവിൻ്റെ ഭരണ കാലഘട്ടം മുതൽ ഹിസ്കിയാവിൻ്റെ വാഴ്ചാ കാലഘട്ടം വരെ പ്രവർത്തിച്ചിരുന്ന ഒരു പ്രവാചകനായിരുന്നു ഹോശേയ. യഹോവ രക്ഷിക്കുന്നു എന്ന അർത്ഥമാണ് ഹോശേയ എന്ന പേരിന് ഉള്ളത്. ബെയേരിയുടെ മകനായിരുന്നു ഹോശേയ. പ്രവാചകന്റെ ദൈവിക വിളിയെക്കുറിച്ചോ മറ്റു ജീവിത അനുഭവങ്ങളെക്കുറിച്ചോ ഉള്ള മതിയായ വിവരങ്ങളൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. എന്നാൽ ദിബ്ളയാമിൻ്റെ മകളായ ഗോമറിനെയാണ് ഹോശേയ പ്രവാചകൻ വിവാഹം ചെയ്തിരുന്നത്. ഗോമർ ദുർനടപ്പുകാരിയും ആ വഴിക്ക് മക്കൾ ഉള്ളവളുമായിരുന്നു. മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമായിരുന്നു ഹോശേയ പ്രവാചകൻ ഗോമറിനെ വിവാഹം ചെയ്തത്. അതിൽ കൂടെ ദൈവം ഇസ്രായേലിന് വളരെ വലിയൊരു സന്ദേശം നൽകുകയായിരുന്നു. ഹോശേയ പ്രവാചകന്റെ സന്ദേശം എന്തായിരുന്നു എന്ന് ചുരുക്കമായി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായിട്ട്, പാതിവൃത്യമില്ലാത്ത ഭാര്യയെപ്പോലെയാണ് ദൈവത്തോട് അവിശ്വസ്തരായ ഇസ്രായേൽ ജനത എന്ന് പ്രവാചകൻ ശക്തമായി പറയുന്നു. ഇതിലൂടെ ദൈവത്തോട് അവിശ്വസ്തരായിരിക്കുന്ന ഇസ്രായേൽ ജനതയെയാണ് പ്രവാചകൻ വരച്ച് കാട്ടുന്നത്. ഹൃദയവേദനയിലും അമർഷത്തിലും കൂടി വികാര തീവ്രമായ ദൈവസ്നേഹത്തെ മനസ്സിലാക്കുവാൻ പ്രവാചകന് സാധിച്ചു. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഇസ്രായേലിലെ ചരിത്രത്തിൻ്റെ ആരംഭം മുതൽ വെളിപ്പെട്ട് കാണുന്നതായ ഒന്നാണ്. മിസ്രയീമിൽ നിന്ന് അവരെ മോചിപ്പിച്ച് മരുഭൂമിയിലെ പ്രയാണത്തിൽ സംരക്ഷണം നൽകി സമൃദ്ധിയുടെ അനുഭവം പ്രദാനം ചെയ്യുന്ന കനാനിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ഒരു ദൈവമുണ്ട്. എന്നാൽ ആ ദൈവവുമായുള്ള ബന്ധം വിടർത്തി ഇസ്രായേല്യർ മറ്റൊരു ജീവിത ശൈലിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ ഈ പാപമാണ് അവരെ സദാചാര ദൂഷ്യത്തിനും അധഃപതനത്തിനും കാരണമാക്കിയത് എന്ന് പ്രവാചകൻ വളരെ ശക്തമായി ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്നത് വീണ്ടെടുപ്പ് സാധ്യമാണ് എന്ന്. ദൈവവുമായുള്ള ഇസ്രായേലിൻ്റെ ബന്ധത്തെ അതിൻ്റെ പൂർണ്ണ മഹിമയിലേക്ക് ഉയർത്തുവാൻ പ്രവാചകൻ അതിയായി വാഞ്ചിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അന്യദേവന്മാരുമായുള്ള ബന്ധത്തിൽ നിന്നും ജനത്തെ യഹോവയിലേക്ക് തിരിക്കുവാൻ പ്രവാചകൻ ആഗ്രഹിക്കുന്നു. ഈ ബന്ധം ശാശ്വതമായൊരു ബന്ധമാണ്. സ്ഥിരതയോടെ മുന്നേറേണ്ടതാണ്. നീതിയിലും സത്യത്തിലും അചഞ്ചലമായ സ്നേഹത്തിലും കാരുണ്യത്തിലും അധിഷ്ഠിതമായിരിക്കണം യഹോവയോടുള്ള ഈ ബന്ധം. മാത്രമല്ല, ദൈവിക സ്നേഹത്തിൻ്റെ അടയാളങ്ങളായ കരുണയും സ്നേഹവുമാണ് ഇസ്രായേലിനെ വീണ്ടെടുക്കുവാനുള്ള മുഖാന്തരങ്ങളെന്ന് പ്രവാചകൻ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ പാപവഴികളെ ഉപേക്ഷിച്ച് അന്യദൈവങ്ങളെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തി വാസ്തവമായി ദൈവത്തിൽ ശരണപ്പെട്ടാൽ ഒരു വീണ്ടെടുപ്പ് സാധ്യമാണ്. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഹോശേയ പ്രവാചകൻ ഇന്ന് നമ്മോടും ആവശ്യപ്പെടുന്നത് ഇപ്രകാരമാണ്: അവിശ്വസ്തരായി തീരാതെ ദൈവത്തിൽ ആശ്രയിച്ച് വീണ്ടെടുക്കപ്പെട്ട അനുഭവമുള്ളവരായി തീരുവാൻ, അപ്രകാരം ജീവിതം നയിക്കണം എന്ന് പ്രവാചകൻ നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിൽ ജീവിതം നയിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അങ്ങയുമായുള്ള ബന്ധത്തിൽ അവിശ്വസ്തരായി തീരാതെ വിശ്വസ്തരായി എന്നും നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.